ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ജേർണലിംഗ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ജേർണലിംഗ് സപ്ലൈസ് എന്തൊക്കെയാണെന്നുള്ളതാട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരുപാട് കാര്യങ്ങളുണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അല്ലറ ചില്ലറ കുറച്ച് ഐറ്റംസ് മാത്രം, അതായത് ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ട അല്ലറ ചില്ലറ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ഈ ജേർണൽ ബുക്കാണ് കേട്ടോ. ഇതൊരു ലെതറിൻ്റെ ജേർണൽ ബുക്കാണ്, വിൻറ്റേജ് തീമിൽ വരുന്നതാണ് കേട്ടോ. ഞാൻ പലതരത്തിലുള്ള ജേർണൽസ് ചെയ്യാറുണ്ട് കേട്ടോ. ലൈക്ക് ബുള്ളറ്റ് ജേർണൽ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ജങ്ക് ജേർണൽ, സെൽഫ് കെയർ ജേർണൽ, അങ്ങനത്തെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും ഇതിലല്ല കേട്ടോ ചെയ്യാറ്. ഇതിൽ നമ്മൾ ഇതുപോലത്തെ, അതായത് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ജേർണൽസ് ഉണ്ടല്ലോ, അതായത് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വെട്ടിക്കൂട്ടി ഒട്ടിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ജേർണൽ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഇതിൽ ചെയ്യാറുള്ളത്. ഇതിൽ ഫുൾ വിൻറ്റേജ് തീമിലുള്ളത് മാത്രമേ ചെയ്യാറ്. കവായി തീമിൽ അല്ലെങ്കിൽ എസ്തെറ്റിക് തീമിൽ ഞാൻ വല്ലാണ്ട് ചെയ്യാറില്ല കേട്ടോ. എസ്തെറ്റിക്സിനായിട്ട് ഒരു ജേർണൽ ബുക്ക് എൻ്റെ കയ്യിലില്ല. ഒരു ബുക്ക് ഉണ്ട്, അതിൽ ഞാൻ വല്ലപ്പോഴും ചെയ്യാറുള്ളൂ. അധികം ഞാൻ അങ്ങനത്തെ എസ്തെറ്റിക് ഡിസൈൻസ് എൻ്റെ മൈ ജേർണലിൽ എൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെയൊക്കെ അധികം യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഇതിൽ ഞാൻ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ജേർണൽസ് രണ്ടെണ്ണം കാണിച്ചത്. അതിൽ ആ കുഞ്ഞത് DIY ആയിട്ട് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് ഇതുപോലത്തെ വിൻറ്റേജ് ബുക്സ്. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നത് അധികം വിൻറ്റേജ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. ക്യൂട്ടായിട്ടുള്ള സ്റ്റഫ്സ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് വിൻറ്റേജ് ജേർണലിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ അധികം വിൻറ്റേജ് ജേർണലിംഗ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അധികം അങ്ങനത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ട 4 ബുക്സ് ഉണ്ടല്ലോ, അതായത് വിൻറ്റേജ് ബുക്സ്, അതിൽ എല്ലാതിൻ്റെ പേജസിൻ്റെ കളേഴ്സ് വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഒന്ന് കുറച്ചിട്ട് ബ്രൗൺ ആണ്, ഒന്ന് ലൈറ്റ് ബ്രൗൺ ആണ്, ഒന്നൊരു കൈൻഡ് ഓഫ് ബേജ് പോലെ, അങ്ങനെയൊക്കെ ഓരോ കളേഴ്സ് ആണല്ലോ. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത കളർ ഷെയ്ഡിൽ വരുന്ന പേജസ് കണ്ടിട്ട് ഞാൻ എടുത്ത് വെച്ച ബുക്സ് ആണ് അത്. ഇനി അടുത്തത് ഞാനൊരു ഇങ്ങനത്തെ ഒരു പേപ്പർ പേജസിൻ്റെ സാമ്പിൾസ് ആയിരുന്നു കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റിക്കേഴ്സ് ആണ്. ഇത് സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്റ്റിക്കേഴ്സ് ആണത്. ഇനി അടുത്തത് കാണിക്കുന്നത് ഇത് ടിഷ്യൂ പേപ്പേഴ്സ് ആണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ റഫ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പേഴ്സ് ആണ്. അത്ര സോഫ്റ്റ് അല്ലാത്തൊരു മോഡൽ ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ടെക്സ്ചർ പേപ്പേഴ്സ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ. ഇനി അടുത്തത് കാണിക്കുന്നതും ഇതുപോലത്തെ വിൻറ്റേജ് പേപ്പർ സാമ്പിൾസ് ആണ്. ഇത് ഷീനിന്ന് വാങ്ങിച്ചതാണ്, ഇപ്പോഴല്ല കേട്ടോ. 2020 വാങ്ങിച്ചതാണ്. ഞാൻ വാങ്ങിച്ചതല്ല, എൻ്റെ ഹസ്ബൻഡിക്ക് ഷീനിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ക്രാഫ്റ്റ് ഐറ്റംസ്. അപ്പോൾ അതിലുണ്ടായിരുന്നതായിരുന്നു അത്. ഇനി അടുത്തത് കാണിക്കുന്നത് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഇതിങ്ങനെ നീളത്തിൽ വരുന്ന സ്റ്റിക്കേഴ്സ് ആണ്, പല കളർ ഷെയ്ഡിലായിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് യുവർ ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു പേജ് സെൻഡ് ചെയ്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, താഴെ കൊടുക്കാട്ടോ ലിങ്ക്. പിന്നെ അവരുടെ പേജിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് കാണിക്കുന്നത് ഇതുപോലത്തെ ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സും. ഇതും ആ പേജ് സെൻഡ് ചെയ്തതായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. ഇതിലധികം കാണിക്കുന്ന സാധനങ്ങളും യുവർ ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്നുള്ള പേജ് സെൻഡ് ചെയ്തതാണ്. കാരണം അവരുടെ അടുത്ത് ഒരുപാട് വിൻറ്റേജ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലുള്ള ഒരുപാട് ഐറ്റംസ് അതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ് കാണിച്ചു തന്നല്ലോ, അപ്പോൾ അതുപോലത്തെ അവർ സെൻഡ് ചെയ്തത് തന്നെയായിരുന്നു. ബട്ടർഫ്ലൈ തീമിൽ വരുന്ന മെമോ കാർഡ്സും അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുന്നത്. പക്ഷെ ഇത് ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇത് ഞാൻ ഈ ലേബൽസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മളെന്തെങ്കിലും ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ അതിൽ ഇങ്ങനെ ടാഗ് പോലൊക്കെ ഇട്ട് കൊടുക്കൂലേ, അങ്ങനെ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇനി അടുത്തത് ഇതുപോലത്തെ ഡോട്ടർ സ്റ്റിക്കേഴ്സും. ഇത് ഞാനിവിടെ അടുത്തുള്ള ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ അടുത്തതും സ്റ്റിക്കി നോട്ട്സ് ആണ് ഈ ബട്ടർഫ്ലൈ തീമിൽ വരുന്നത്. പിന്നെ ഇതുപോലത്തെ വിൻറ്റേജ് എൻവലപ്സും, ഇതൊക്കെ യുവർ ക്രിയേറ്റീവ് സ്റ്റുഡിയോയുടെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഇനി അടുത്തത് ഇതുപോലത്തെ പേപ്പർ എഫെമറ. ഇതും ഞാനിങ്ങനെ ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ എഴുതാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ അധികം യൂസ് ചെയ്യാറുള്ളത്, വിൻറ്റേജ് തീമിൽ ചെയ്യുമ്പോൾ മാത്രം. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ട് നമ്മൾ വിൻറ്റേജുകളിൽ ചെയ്യുമ്പോൾ ഏറ്റവും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം തന്നെ ബ്രൗൺ പേപ്പേഴ്സ്. ഇത് കാർഡ് സ്റ്റോക്സ് ആണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇതൊരു പേപ്പറാണ്. ഇതെന്ത് പേപ്പറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, എൻ്റെ വീട്ടിൽ കണ്ടതായിരുന്നു. അപ്പോൾ എനിക്ക് ആ കളർ നല്ല ഇഷ്ടമായപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ അടുത്തത് ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സാണ്. ഇത് ഭയങ്കര തിന്നായിട്ടുള്ള ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സാണ്, ഭയങ്കര സോഫ്റ്റാണ്. ഇതിലൊരു 5 പീസ് വരുന്നുണ്ടായിരുന്നു. ഇതും യുവർ ക്രിയേറ്റീവ് സ്റ്റുഡിയോയുടെ തന്നെയായിരുന്നു. അവർ സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണ് അവരെടുത്തത്. അപ്പോൾ അവർ 2 സബ്സ്ക്രിപ്ഷൻ ബോക്സ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പ്രൊഡക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളതാണ് അതൊക്കെ. പിന്നെ അടുത്തത് കാണിക്കുന്നതും പേപ്പർ എഫെമറ. ഇത് കുറച്ചുകൂടെ കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഞാനൊരു പേപ്പർ എഫെമറ കാണിച്ചില്ല, അതിനേക്കാളും കുറച്ചുകൂടെ കട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ്, കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന സ്റ്റിക്കേഴ്സാണ്. പിന്നെ അടുത്തത് കാണിക്കുന്നത് സ്റ്റാമ്പ്സ് ആണ്. സ്റ്റാമ്പ്സിൽ വുഡൻ സ്റ്റാമ്പ്സ് ആണ് കേട്ടോ. അപ്പോൾ വുഡൻ സ്റ്റാമ്പ്സിന് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഇങ്ക് പാഡ്സ്. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രൗണ്, ബ്ലാക്ക്, ഗ്രീന്, പിന്നെ ഈ സിൽവർ കളറിൽ വരുന്ന ഇങ്ങനെ 4 ഷെയ്ഡിലാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ബ്ലൂ ഉണ്ട്, അതുപോലെ ഒരു കൈൻഡ് ഓഫ് വയലറ്റും ഉണ്ട്. നമ്മൾ ഈ ഓഫീസ് ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു ഇങ്ക് ഉണ്ടല്ലോ, അതാണ്. അത് പപ്പയുടേതാണ്. പക്ഷെ അത് ഞാൻ വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. അതൊക്കെ എന്തോ ഒരു വിൻറ്റേജ് ആയിട്ട് തോന്നാറില്ല. അപ്പോൾ ഞാൻ അത് വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല. ഈ ഒരു 4 കളേഴ്സാണ് കാര്യമായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള വുഡൻ സ്റ്റാമ്പ്സ്. എൻ്റെ കയ്യിലുള്ള വുഡൻ സ്റ്റാമ്പിൻ്റെ കളക്ഷൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏതൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത്. കാരണം ഇതിൽ ഞാൻ എല്ലാതും കൂടെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം ഉണ്ടാവില്ല, ഒക്കെ അങ്ങനെ ലോങ് ആയിട്ട് പോകും വീഡിയോ.
അപ്പോൾ ഞാൻ അതിൽ വുഡൻ സ്റ്റാമ്പ്സ് എങ്ങനെയാണ് സ്റ്റാമ്പ് ചെയ്യുക എന്നുള്ളതാട്ടോ കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ഇതുപോലെ പേപ്പർ സാമ്പിൾസ് എന്ന് വേണമെങ്കിൽ പറയാം, എനിക്ക് ഇതിനെന്താ പറയാമെന്നറിയില്ല. ഇതും ഷീന്ന് വാങ്ങിച്ചതാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡിന് ഗിഫ്റ്റ് തന്ന അന്നത്തെ അതിലുണ്ടായിരുന്നതായിരുന്നു ഇതൊക്കെ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഇതുപോലത്തെ വിൻറ്റേജ് ലാബിൾസ്. ഇതിൽ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓരോ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ യൂസ് ചെയ്ത് അങ്ങനെ ഇത്ര ആയി അത്. പിന്നെ കാണിക്കുന്നത് ഇതുപോലത്തെ സ്റ്റാമ്പ് സ്റ്റിക്കേഴ്സാണ്. ഇതും ബട്ടർഫ്ലൈ തീമിലാണ്, അതായത് അവരുടെ ഓരോ സബ്സ്ക്രിപ്ഷൻ ബോക്സും ഓരോ തീം ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബട്ടർഫ്ലൈ തീമിലും പിന്നെ ഒന്ന് നമ്മളെ മെയിൽ ലെറ്റർ അങ്ങനത്തെ ഒരു തീമായിരുന്നു. അപ്പോൾ ഇതൊക്കെ അതിൽ വരുന്നതായിരുന്നു. പിന്നെ ഇത് വേറൊരു സ്റ്റിക്കേഴ്സ് ഇതിൻ്റെ കൂടെ വേറെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പോൾ എവിടെയെന്ന് എനിക്കറിയില്ല. എവിടേക്കോ ഞാൻ വെച്ചിട്ട് ആകെ മിസ്സായിട്ടുണ്ട്. എവിടെയൊക്കെ ഉണ്ടാവും, സോർട്ട് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അതൊക്കെ. പിന്നെ ഇതുപോലത്തെ ഡോട്ടർ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ, ഇത് ജേർണൽസിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇപ്പോഴല്ല, 2 വർഷം മുമ്പ്. ഇതൊക്കെ ഒരു ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് തന്നതായിരുന്നു. 2021 കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേക്ക് കുറച്ച് സാധനങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം തന്നാൽ മതി, ഗിഫ്റ്റ് വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് ഇത്രയോ 5000-6000 രൂപയ്ക്ക് എന്താ ജേർണൽസിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ജേർണൽസിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതിൽ ഞാൻ ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇത് എൻ്റെ വാഷി ടൈപ്സ് ആണ്. വാഷി ടൈപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറേ കളക്ഷൻസ് വേണമെന്നുണ്ട്, പക്ഷേ ആദ്യമൊക്കെ ഞാനിങ്ങനെ കാണുന്നതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് വാഷി ടൈപ്സിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ വല്ലാണ്ട് ഒരു തിരിഞ്ഞ് നോട്ടല്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ എൻ്റെ വാഷി ടൈപ്പ് കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ ഇത് വാക്സിൽ ബീഡ്സ് ആണ് കാണിക്കുന്നത്. വാക്സിലിംഗ് ഒക്കെ നമ്മൾ ജേർണൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇതിൽ കാണിക്കുന്നത്. ഇനി അടുത്തത് ഡ്രൈ ഫ്ലവേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ ലണ്ടനിൽ നിന്ന് കൊടുക്കുന്ന ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ പറിച്ചിട്ട് ബുക്കിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സാണ് ഇതൊക്കെ. അവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്, അതായത് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ഞാൻ ഈ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ഒരുപാട് ഫ്ലവേഴ്സ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് പറിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പറിക്കാൻ പറ്റിയ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ ഇതൊക്കെ കുറച്ചുള്ളായിരുന്നു. ഇപ്പം ഇങ്ങനെ ഭയങ്കര ഒരു റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അതിനൊക്കെ. അതായത് അന്ന് കാര്യമായിട്ടൊക്കെ പറിച്ച് സൂക്ഷിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഒരു തോന്നൽ ഇങ്ങനെ ഉണ്ട്. അന്നേ ഫ്ലവർ പ്രസ്സൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അധികം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതിലൊക്കെ ആയതുകൊണ്ട് വല്ലാണ്ട് കാര്യമായിട്ട് പറിക്കാനും പ്രസ് ചെയ്യാനൊക്കെ മറന്നുപോയി. അപ്പോൾ ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കുന്നതാണ്. ഇതിൽ ലാവൻഡേഴ്സ് ഉണ്ട്, അതെനിക്ക് ഒന്നും കൂടെ, അതായത് ഇപ്പം ഇങ്ങനെ കൊഴിയുന്നുണ്ട്, അപ്പോൾ അതൊന്നും കൂടെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുണ്ട്. പിന്നെ ഇതും ഡ്രൈ ഫ്ലവേഴ്സാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള റോസ് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കുപ്പിലിട്ട് വെച്ചതാട്ടോ. ഇനി അടുത്തത് കാണിക്കുന്നത് ഇതുപോലത്തെ ടെക്സ്ചർ പേപ്പേഴ്സ്. ഇതും ഇവിടെ അടുത്തുനിന്ന് ഏതോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്, എവിടെ നിന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ വെള്ളം പേപ്പേഴ്സാണ് കാണിക്കുന്നത്. ഈ വെള്ളം പേപ്പേഴ്സ് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ അങ്ങനത്തെ ഒരു രീതിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ വെള്ളം പേപ്പേഴ്സിനെക്കാളും കുറച്ച് തിക്നെസ് കുറവാണ്, പക്ഷെ നമുക്ക് അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് കാണിക്കുന്നത് ക്ലിയർ സ്റ്റാമ്പ്സ്. എനിക്ക് വിൻറ്റേജ് ജേർണൽ ചെയ്യുമ്പോഴേക്ക് എപ്പോഴും ക്ലിയർ സ്റ്റാമ്പ്സ് നിർബന്ധമാണ്. എനിക്ക് അതില്ലെങ്കിൽ എന്തോ ഒരു പൂർണ്ണമായിട്ടില്ല എന്നിങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്ലിയർ സ്റ്റാമ്പ്സ് കളക്ട് ചെയ്യുന്നതിലും ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള ടൈമില്ലായിട്ടാണോ എന്ന് അറിയണില്ല. ഇപ്പം ഇങ്ങനെ വല്ലാണ്ട് ഇപ്പം അങ്ങനത്തെ, അതായത് ഇങ്ങനെ സ്റ്റേഷനറീസ് ചെയ്ത് തപ്പുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ക്ലിയർ സ്റ്റാമ്പ്സ്. ഇതിൽ പലതും ഉണ്ട്. ഇത് എങ്ങനെ, അതായത് ഇങ്ങനെ എപ്പോഴും നമ്മൾ, അതായത് ക്ലിയർ സ്റ്റാമ്പ്സ് നമുക്ക് വരുമ്പോഴും ഇങ്ങനെ ഓരോ ട്രാൻസ്പെറൻറ്റ് ഷീറ്റുമ്മലായിട്ടാണല്ലോ വരിക. പക്ഷെ നമ്മളിങ്ങനെ ഓരോന്ന് യൂസ് ചെയ്തത് ചിലപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓർഡേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് ചിലപ്പോൾ അതിലൊക്കെ ഒന്ന് വെക്കില്ല, അങ്ങനെ ആകെ അവിടെ ഇവിടെയൊക്കെ പരക്കും അത്. പിന്നെ ഇതെങ്ങനെ സോർട്ട് ചെയ്യണം, ഇതെങ്ങനെ ഓർഗനൈസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. ഞാൻ കുറേ രീതിക്ക് ഓർഗനൈസ് ചെയ്യാൻ നോക്കിയിട്ടും അവസാനം എനിക്ക് ഇങ്ങനെ, അതായത് ഇങ്ങനത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു പാക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ക്ലിപ്പിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ക്ലിപ്പല്ല, ഒരു ബൈൻഡിങ് റിങ് അതിലിട്ട് വെച്ചിരിക്കുകയാണ്. എന്നാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് നേരെ ആ ഒരു സിബ് ലോക്കോ അങ്ങനെ എന്താണെന്നല്ല അതിന് പറയാം, അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിലങ്ങനെ ഇട്ട് വെക്കാറാണ്. അപ്പോൾ ഒന്നുകൂടെ ഓർഗനൈസ് ആയിട്ട് നിൽക്കും. പിന്നെ കുറച്ചെണ്ണം ഇതിലുണ്ട്, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കുറേ എണ്ണം. പിന്നെ കയ്യത്ത് ദൂരത്തുള്ള കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇനി അടുത്തത് കാണിക്കുന്നത് ഇതുപോലത്തെ സ്റ്റെൻസിൽസ് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ ഇതൊക്കെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും സ്റ്റെൻസിൽസ് എന്താണെന്നുള്ളത്. പിന്നെ എംബോസിങ് ഫോൾഡേഴ്സ്, എംബോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ് എംബോസിങ് ഫോൾഡേഴ്സ്, എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. എംബോസിങ് ഫോൾഡേഴ്സ് പറഞ്ഞാൽ നമ്മൾ പേപ്പേഴ്സിൽ ഡിസൈൻസ് ഇതുപോലെ എംബോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 4 എണ്ണമാണോ 5 എണ്ണമാണോ അപ്പോൾ അതിൽ കാണിച്ചാൽ നിങ്ങൾക്കറിയില്ല, അത്ര എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ പേപ്പേഴ്സ് വെച്ചിട്ട് ഡൈ കട്ട് മെഷീനിൽ ഇങ്ങനെ കറക്കി എടുത്താൽ പേപ്പേഴ്സിൽ ആ ഡിസൈൻസ് പതിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ തീമിൽ വരുന്ന ഒരു എംബോസിങ് ഫോൾഡറാണ് ഇത്. അപ്പോൾ നമ്മൾ അതിൽ വെച്ചിട്ട് ചെയ്തതാണത്. അപ്പോൾ നമുക്കിങ്ങനെ കാർഡ്സ്, സ്ക്രാപ്പ് ബുക്സിൽ പേജസ്, പിന്നെ ജേർണൽസ് കാര്യങ്ങൾക്കൊക്കെ ഒരു ടെക്സ്ചർ പേപ്പറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്തത് കാണിക്കുന്നത് ക്ലിങ് സ്റ്റാമ്പ്സ് ആണ്. നമ്മൾ വുഡൻ സ്റ്റാമ്പ്സ് കണ്ടു, പിന്നെ ക്ലിയർ സ്റ്റാമ്പ്സ് കണ്ടു. ഇത് ക്ലിങ് സ്റ്റാമ്പ്സ് ആണ്. ഇതും യുവർ ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് സെൻഡ് ചെയ്തതാണ്. ഇതിൻ്റെ ഓരോ പ്രിൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. ഇത് അന്ന് ഞാൻ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പേപ്പറിലായിരുന്നു അത് പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ അത് കാണിച്ചിരുന്നു. ഇനി അടുത്തത് DIY ഫ്ലവർ സ്റ്റിക്കേഴ്സ് ആണ്. അത് DIY ആയിട്ട് ചെയ്തതാണ്. അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ജേർണൽ സപ്ലൈസിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കാണിക്കാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഡെയിലി പേപ്പേഴ്സ് 3 എണ്ണമാണ് കേട്ടോ. അതായത് 3 കളേഴ്സ്
കളേഴ്സിൽ വരുന്നതുണ്ട്. ഒന്നൊരു ഗ്രീന്, പിന്നെ ഈ ഒരു പിങ്ക്, പിന്നെ വൈറ്റ്. ഇനി അടുത്തത് കാണിക്കുന്നത് നമ്മുടെ ബേസിക് ടൂൾസ് ആണ് കേട്ടോ ജേർണൽസ് ചെയ്യുമ്പോൾ. ആദ്യം സിസർ, അത് നമുക്ക് എന്തായാലും വേണമല്ലോ കട്ട് ചെയ്യാൻ അതിനൊക്കെ. പിന്നെ വാഷ് ടേപ്പ് ഡിസ്പെൻസർ, പിന്നെ ഈ ട്വീസറൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം എനിക്ക് പശ എന്ന് പറയുന്ന സാധനം കയ്യിലാവുന്ന തീരെ ഇഷ്ടമല്ല. എപ്പോഴും കൗരവം ചെയ്യുമ്പോൾ കൈയാണ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ കാണുക കയ്യിലൊക്കെ വൃത്തിയായിട്ടായിട്ടുണ്ടാവും. പിന്നെ ഞാനത് മെയിൻ ചെയ്യാറില്ല. കാരണം വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത് സമയമില്ലാത്ത സമയത്ത് ഇരുന്ന് ചെയ്യായിരിക്കും. അപ്പോൾ കയ്യിൽ പശക്കകത്തൊക്കെ വലിച്ചു കൂരാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം ഉണ്ടാവില്ല. പിന്നെ അതിൽ ഞാൻ ജെൽ പെൻസ്, അതായത് നമ്മുടെ സിൽവർ, വൈറ്റ് ആൻഡ് ജെൽ പെൻസ്, പിന്നെ നോർമൽ ബ്ലാക്ക് ജെൽ പെന്ന്, പിന്നെ ആർട്ട്ലാൻഡ് ഒരു പെന്ന് അതൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാക്സിൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഫേർനെസ്, പിന്നെ ഇത് വുഡൻ സ്റ്റാമ്പ്സ്, വുഡൻ ആൽഫബറ്റ് സ്റ്റാമ്പ്സ്. ഇങ്ങനത്തത് ഈ വുഡനിലും വരുന്നുണ്ട്. അതുപോലെ എൻ്റെ കയ്യിൽ നമ്മുടെ ക്ലിയർ സ്റ്റാമ്പ്സ് ഉണ്ടല്ലോ അതിലും വരുന്നുണ്ട്. ക്ലിയർ സ്റ്റാമ്പ്സിലൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സും ഇതിൽ ഒക്കെ സ്മോൾ ലെറ്റേഴ്സും ആണ് തോന്നുന്നുണ്ട്. അല്ലല്ല, നേരെ തിരിച്ചാണ്. ക്ലിയർ സ്റ്റാമ്പ്സിൽ സ്മോൾ ലെറ്റേഴ്സും വുഡൻ സ്റ്റാമ്പ്സിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അങ്ങനെയായിട്ട് വരുന്നത്. പിന്നെ കാണിക്കുന്നത് ഇതുപോലത്തെ 2 വിൻറ്റേജ് ബുക്സ്. നേരത്തെ ഞാൻ 3-4 ബുക്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അതിൽ കാണിക്കാൻ മറന്നു. അപ്പോൾ ഇതും വേറെ കളർ ഷെയ്ഡിൽ വരുന്ന ബുക്സ് ആണ്. ഒന്ന് കുറച്ചുകൂടെ വൈറ്റ് ആയിട്ടും ഇത് ഒന്നുകൂടെ ബ്രൗൺ ആയിട്ടും വരുന്ന ബുക്സ്. ഇനി അടുത്തത് കാണിക്കുന്നത് ഈ ബ്ലാക്ക് കാർഡ് സ്റ്റോക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുണ്ടല്ലോ ബ്ലാക്ക് ചാർട്ട് ഉണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്യാം. ഞാൻ കാർഡ് സ്റ്റോക്കാണ് ഇപ്പം എൻ്റെ കയ്യിൽ നിലവിലുള്ളത്, അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കുന്നതെന്നുള്ളൂ കേട്ടോ. ഇനി അടുത്തത് കാണിക്കുന്നത് ഈ ഒരു പേപ്പർ. ഇതൊരു റാൻഡം പേപ്പറാണ്. ഇതിന് പാറ്റേൺ പേപ്പർ എന്നാണല്ലോ പറയാം. ഇതിനെ കണ്ടപ്പോൾ വാങ്ങിച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഇനി കാണിക്കുന്നത് ഡേറ്റ്, മന്ത്, ഇയർ, ആ ഒരു സ്റ്റാമ്പും. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ വാങ്ങിച്ചതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ലോക്കൽ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. ഇത് കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്കാളും നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് നാട്ടിൽ കിട്ടും. അടുത്തത് ഞാൻ വാട്ടർ കളേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ ജേർണൽ ചെയ്തിട്ട് ചിലതൊക്കെ നമ്മളിങ്ങനെ സ്പ്ലാഷ് ചെയ്യില്ല, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ക്ലിപ്സ്, അതായത് നമ്മൾ ജേർണൽ ചെയ്യുമ്പോൾ ബുക്കുമ്മിൽ ഇട്ട് വെക്കാനുള്ള ക്ലിപ്സാണ് കാണിച്ചത്. പിന്നെ ഇതുപോലത്തെ റാൻഡം പേപ്പർ പീസസ്. ഇതെനിക്ക് പെൻപാൽസൊക്കെ ഓരോ പിള്ളേർ സെൻഡ് ചെയ്തപ്പോൾ അതിലൊക്കെ ഉണ്ടായിരുന്ന ഓരോ ഐറ്റംസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. യൂസ് ചെയ്തിട്ടില്ല, അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ വിൻറ്റേജ് ജേർണൽ സപ്ലൈസിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അത്. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ആണിൻ്റെ സാമ്പിൾസ് ആണ്. ഇത് കുറച്ചുണ്ട് എൻ്റെ കയ്യിൽ ഇതുപോലത്തെ. അപ്പോൾ ഞാനിങ്ങനെ വിൻറ്റേജ് ജേർണൽസ് അങ്ങനെ ഒരു വൈറ്റ് എസ്തെറ്റിക്സിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ യൂസ് ചെയ്യാറുണ്ട് അധികം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ.